നമസ്കാരം. അപ്പൊ അമ്മ എന്ന് പറയുന്ന ആ ഒരു വലിയ താര സംഘടന നിലച്ചുപോയി എന്ന് കാത്തിരുന്നവർക്ക് ഉത്തരവുമായിട്ടാണ് ഇപ്പോൾ ഓരോ മീഡിയകളും മുൻപോട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അമ്മ എന്ന് പറയുന്ന ആ ഒരു താര സംഘടന അവസാനിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ പിരിച്ചുവിട്ടതാണോ, ലാലേട്ടനൊക്കെ അതിൽ നിന്നും രാജിവെച്ചു എന്ന് പറയുന്ന ആ ഒരു ന്യൂസ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു തരംഗം തന്നെയാണ്. തീർച്ചയായിട്ടും അതിലുള്ള എല്ലാ അംഗങ്ങളും രാജി സമർപ്പിച്ചു കഴിഞ്ഞു. തീർച്ചയായിട്ടും അമ്മ എന്ന് പറയുന്ന ആ ഒരു താരസംഘടനയുടെ ഓഫീസ് അടക്കം അടച്ചുപൂട്ടി. കാരണം എന്ത്, ആരോട് പറയും, ആരോട് ചോദിക്കും എന്നുള്ള ചോദ്യങ്ങളെല്ലാം പ്രേക്ഷകർക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു വൻ ക്വസ്റ്റിന്റെ ഒരു നിര തന്നെയാണ്. തീർച്ചയായിട്ടും ലാലേട്ടൻ അടക്കമുള്ള 17 അംഗങ്ങൾ ഒഴിഞ്ഞു പോയി, അല്ലെന്നുണ്ടെങ്കിൽ രാജിവെച്ചു എന്നുള്ളൊരു ന്യൂസാണ് ഇപ്പോൾ ലൈവായിട്ട് ഓരോ മീഡിയകളിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാരകമായ ഒരു ന്യൂസ്. മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഇതൊരു വൻ അഴിച്ചുപണി തന്നെയായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. കുറച്ച് സെക്കൻഡുകൾക്കാണ് ഷമിതലേന്റെ ഒരു വീഡിയോ കണ്ടത്. തീർച്ചയായിട്ടും ഷമിതലേനോട് ഒരു ഒറ്റ ക്വസ്റ്റ്യനെ ചോദിച്ചുള്ളൂ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, വളരെ മൂല്യവത്തായ ഒരു ഉത്തരാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഷമ്മിത് തിലകൻ എന്ന് പറയുന്ന ഒരു ആ നടൻ. ശരിക്കും അമ്മ എന്ന് പറയുന്ന ആ ഒരു മഹാതാര സംഘടനയ്ക്ക് ഏറ്റവും വലിയ തോൽവിയാണോ ഇത് എന്നുള്ള ഒരു ചോദ്യം പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ്. ആരുത്തരം പറയും? എന്തുകൊണ്ടാണ് ലാലേട്ടൻ കിരീടവും ചെങ്കോലും അമ്മ എന്ന് പറയുന്ന ആ ഒരു താര സംഘടനയിൽ വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത് എന്നുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഇപ്പോൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത നിമിഷങ്ങളിൽ അതിനൊരു ഉത്തരം ലഭിക്കുമെന്നുള്ളതാണ് മീഡിയക്കാർ പ്രതീക്ഷിക്കുന്നത്. ഹേമ കമ്മിറ്റി മുൻകൈയെടുത്ത് മുൻപോട്ട് കാണിച്ച ഓരോ വിവാദങ്ങളുമാണോ ഈ പറയുന്ന അമ്മ എന്ന് പറയുന്ന ആ ഒരു താര സംഘടനയുടെ മുൾമുന ഒടിയാൻ കാരണം? തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും പ്രേക്ഷകരുടെ കമന്റ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചോദിക്കാനുള്ള 3 ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് അമ്മ എന്ന് പറയുന്ന താര സംഘടന അടച്ചുപൂട്ടി? എന്തുകൊണ്ട് അമ്മ എന്ന് പറയുന്ന താര സംഘടനയിലെ പ്രാധാന്യമുള്ള അംഗങ്ങൾ രാജിവെച്ചു? എന്തിന്, ഏതിന്, എപ്പോൾ? ഇതെല്ലാം ചോദ്യങ്ങൾ മാത്രമാണ്. അതിനുള്ള ഉത്തരം അടുത്ത ദിവസങ്ങളിൽ മീഡിയ വഴി നമുക്ക് കാണാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും ഷമീത് തിലകൻ പറഞ്ഞ ആ ഒരൊറ്റ വാക്കാണ്, ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞ ആ ഒരു മൂർച്ചയുള്ള വാക്ക് ശരിക്കും എവിടേക്കോ തറച്ചു കയറിയിട്ടുണ്ട്. അപ്പൊ കമന്റ് ബോക്സിൽ വരിക. ഐ എം വെയിറ്റിംഗ്.